ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ദ ഹാപ്പി പ്രിൻസ് എന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി പ്രിൻസ് എന്താണ് കണ്ടത്? ഒരു കുടിലില് ഒരു കൊച്ചുകുട്ടി, ഒരു ആൺകുട്ടി വയ്യാണ്ട് കിടക്കുന്നുണ്ട്. അവന് പനിയാണ്, അവന് ഓറഞ്ച് വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ്റെ അമ്മയ്ക്ക് അത് മേടിച്ചു കൊടുക്കാനുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ കാഴ്ചകളെല്ലാം പ്രിൻസിനെ വളരെയധികം വിഷമിപ്പിച്ചു. അപ്പോൾ സ്വാലോയോട് അവൻ പറഞ്ഞത് എന്താണ്? തൻ്റെ വാളിൻ്റെ പിടിയിൽ നിന്ന് ഒരു രത്നം എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാലോ പറഞ്ഞു, എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല, അവരെന്നെ ഉപദ്രവിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ പ്രിൻസ് പറഞ്ഞു, ഒരു ദിവസം എൻ്റെ മെസ്സഞ്ചർ ആവാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ അതിന് പറ്റില്ല എന്നായിരുന്നു സ്വാലോ മറുപടി പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബാക്കി ഭാഗം വായിക്കാം. ദ മെസ്സഞ്ചർ. The happy prince looked so sad that the swallow was sorry. It is very cold here, he said, but I will stay with you for one night and be your messenger. Thank you, little swallow, said the prince. So the swallow picked out the ruby from the prince's sword and flew away with it in his beak over the roofs of the town. അപ്പോൾ ഹാപ്പി പ്രിൻസ് ഇതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്വാലോ പറഞ്ഞു, ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഒരു ദിവസം ഞാനിവിടെ നിൽക്കാം, നിങ്ങളുടെ മെസ്സഞ്ചർ ആകാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസ് താങ്ക്സ് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ കൊക്കിൽ ആ റൂബി എടുത്തിട്ട് കൊത്തി, എന്നിട്ട് അത് പറന്നു പോവുകയാണ്. At last he came to the poor house and looked in. The boy was tossing feverishly on his bed and the mother had fallen asleep. He laid the ruby on the table. Then he flew gently round the bed, fanning the boy's forehead with his wings. Then the swallow flew back to the happy prince and told him what he had done. I feel quite warm now, although it is so cold. That is because you have done a good deed, said the prince. The swallow fell asleep. പറന്ന് സ്വാലോ കുട്ടിയുടെ വീട്ടിലെത്തി. കുട്ടി വയ്യാതെ കിടക്കുകയാണല്ലോ, അതവിടെ വയ്യാതെ കിടക്കുന്നുണ്ട്. അമ്മ ഉറങ്ങാണ്. സ്വാലോ റൂബി അവരുടെ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കുട്ടിയുടെ ചുറ്റിലും ഇങ്ങനെ പറന്നു, ചിറകുകൾ ഇങ്ങനെ വീശി, ഒരു ഫാന് പോലെ ഇങ്ങനെ ചിറകുകൾ വീശി അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് സ്വാലോ തിരിച്ച് ഹാപ്പി പ്രിൻസിൻ്റെ അടുത്തേക്ക് തന്നെ പറന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സംഭവിച്ചതെല്ലാം പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്കിപ്പോൾ കുറച്ച് ചൂട് തോന്നുന്നുണ്ട്. അപ്പം എന്താണ് പ്രിൻസ് പറഞ്ഞത്? നീ ഒരു നല്ല കാര്യം ചെയ്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ സ്വാലോ ഉറങ്ങി. അടുത്ത പാർട്ട് വായിക്കാം. ദ റൈറ്റർ. The next morning the prince said, Swallow, swallow, little swallow, far away across the city I see a young man. He is leaning over a desk covered with papers. His hair is brown and crisp and his lips are red as a pomegranate. He is trying to finish a play. Hunger has made him faint. I will wait with you here one night longer, said the swallow. Shall I take him another ruby? Alas, I have no ruby. No, said the prince. My eyes are all that I have left. They are made of rare sapphires brought out of India 1,000 years ago. Pluck out one of them and take it to him. അടുത്ത ദിവസം രാവിലെ പ്രിൻസ് പറയുകയാണ് സ്വാലോയോട്, സ്വാലോ, അങ്ങ് ദൂരെ സിറ്റിയിൽ ഞാനൊരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. അവൻ കുറേ പേപ്പറുകൾ ഡെസ്കിൽ നിരത്തി വെച്ച് അതിന് മുകളിൽ കിടക്കുകയാണ്. അവൻ്റെ മുടി ബ്രൗൺ കളറാണ്, ഒരു പ്രോമഗ്രനറ്റ് പോലെ ചുണ്ടൊക്കെയാണ് ആ ചെറുപ്പക്കാരൻ്റേത്. പക്ഷേ അവൻ്റെ ഒരു പ്ലേ അവന് ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ വിശപ്പ് അവനെ അവശതയാക്കിയിട്ടുണ്ട്. സ്വാലോ പറഞ്ഞു, ഞാനിവിടെ ഒരു ദിവസം കൂടി നിന്നിട്ട് ഞാൻ അവനൊരു റൂബി കൂടി കൊടുക്കട്ടെ എന്ന്
സ്വാള പ്രിൻസിനോട് ഇങ്ങോട്ട് പറഞ്ഞു, അയ്യോ ഇനി എൻ്റെ കയ്യിൽ റൂബി ഇല്ല, ഇനി എൻ്റെ കണ്ണുകൾ മാത്രമാണ് ഉള്ളത്. കണ്ണുകൾ സാഫിയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രത്നമാണ്, വില കൂടിയ രത്നം. അപ്പോൾ അതിൽ നിന്ന് നീ ഒന്നെടുത്തിട്ട് അവന് കൊണ്ടുപോയിട്ട് കൊടുക്കൂ. സ്വാലോ ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ എനിക്കത് ചെയ്യാൻ കഴിയില്ല. പ്രിൻസ് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. അപ്പോൾ സ്വാലോ ഒരു കണ്ണെടുത്ത് എന്ത് ചെയ്തു, ഒരു കണ്ണെടുത്ത് ആ യങ് മാൻ്റെ അടുത്തേക്ക് പറന്നു. Dear Prince, said the swallow, I cannot do that. And he began to weep. Swallow, swallow, little swallow, said the prince, do as I command you. So the swallow plucked out the prince's eyes and flew away to the young man. The young man did not hear the flutter of the bird's wings. When he looked up, he found the beautiful sapphire. I am beginning to be appreciated, he cried. This is from some great admirer. Now I can finish my play. And he looked quite happy. അങ്ങനെ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ അത് ചെയ്യണമെന്ന് പറഞ്ഞ് സ്വാള ഒരു കണ്ണെടുത്ത് ആ യങ് മാൻ്റെ അടുത്തേക്ക് പറഞ്ഞു. ആ പക്ഷിയുടെ ചിറകടി ശബ്ദമൊന്നും ആ യങ് മാൻ കണ്ടില്ല. മനോഹരമായ ഒരു സാപ്പിയസ് മാത്രമാണ് അയാൾ കണ്ടത്. അവൻ പറഞ്ഞു, ഇത് എന്നെ ഇഷ്ടമുള്ള ആരോ എനിക്ക് തന്നയച്ചതാണ്, അപ്പോൾ എനിക്ക് എൻ്റെ പ്ലേ ഇനി ഫിനിഷ് ചെയ്യാം. അയാളത് വളരെ സന്തോഷവാനായി മാറി. The little girl. The next day, the swallow flew back to the happy prince. I have come to bid you goodbye, he cried. Swallow, swallow, little swallow, said the prince. Will you not stay with me one night longer? It is winter, answered the swallow, and the chill snow will soon be here. Dear prince, I must leave you, but I will never forget you. അപ്പം അടുത്ത ദിവസം സ്വാലോ രാജാകുമാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിങ്ങളോട് ഗുഡ് ബൈ പറയാൻ വന്നതാണ്. അപ്പോൾ പ്രിൻസ് പറയാണ്, സ്വാലോ ഒരു ദിവസം കൂടി നീ എൻ്റെ കൂടെ താമസിക്കില്ലേ? സ്വാലോ പറഞ്ഞു, ഇത് വിൻ്റർ ആണ്, ഉടനെ തന്നെ മഞ്ഞ് വീഴും ഇവിടെ. പ്രിയപ്പെട്ട രാജാകുമാര, എനിക്ക് തിരിച്ചു പോകണം, ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. In the square below, said the prince, there stands a little match girl. She has let her matches fall in the gutter, and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stockings, and no sweater. Pluck out my. അങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാകുമാരൻ പറയാണ്, ഈ സ്ക്വയറിൻ്റെ താഴെയായിട്ടൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ കുറച്ച് തീപ്പെട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒരു ഗട്ടറിൽ വീണ് നശിച്ചു പോയി. അവളുടെ ഫാദറാണെങ്കിൽ അത് വിൽക്കാൻ കൊടുത്തതാണ്. അത് വിറ്റ് കാശ് കൊണ്ട് ചെന്നില്ലെങ്കിൽ അവളെ അടിക്കും. അപ്പം അതെല്ലാം നശിപ്പിച്ചതിന് അവൾക്ക് അടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു ഷൂവോ സോക്സോ ഒരു സ്വെറ്ററോ ഒന്നും തന്നെ ഇല്ല. രാജാകുമാരൻ പറയാണ്, എൻ്റെ മറ്റേ കണ്ണും കൂടി നീ എടുത്ത് ആ കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ സ്വാളോ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല, ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ബ്ലൈൻഡായിട്ട് മാറും, അപ്പം ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് രാജാകുമാരൻ പറഞ്ഞു. I cannot pluck out your eye. You would be quite blind then, said the swallow. Swallow, swallow, little swallow, said the prince. Do as I command you. So he plucked out the prince's other eye and darted down with it. He saw the girl. He slipped the jewel into the palm of her hand. What a lovely bit of glass, cried the little girl, and she ran home
ലഫിങ്. അപ്പോൾ സ്വാളോ പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങൾ ബ്ലൈൻഡായി മാറും, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ സ്വാളോ മറ്റേ കണ്ണൂടെ എടുത്തു. എന്നിട്ട് അതുമായി താഴേക്ക് പറന്നു. ആ രത്നം അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്ര ഭംഗിയുള്ളൊരു ഗ്ലാസ് കഷ്ണമാണിത് എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടി അതിൻ്റെ വീട്ടിലേക്ക് ഓടി. Then the swallow came back to the prince. "You are blind now," he said, "so I will stay with you always." "No, little swallow," said the poor prince, "you must go away to Egypt." "I will stay with you always," said the swallow, and he slept at the prince's feet. അങ്ങനെ അത് കഴിഞ്ഞ് സ്വാളോ രാജാകുമാരൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? രാജാകുമാര, നിങ്ങളിപ്പോൾ അന്ധനായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ പ്രിൻസ് എന്താണ് പറഞ്ഞത്? അത് പറ്റില്ല, നീ ഈജിപ്തിലേക്ക് പോകണം, ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സ്വാളോ രാജാകുമാരൻ്റെ കാലിൽ കിടന്ന് ഉറങ്ങി. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ തന്നിട്ടുള്ള ആക്ടിവിറ്റി 5 ആണ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ സ്വോളോ വാസ് ടു ടയേർഡ്, സോ ഹി വാസ് unable to fly. We can express the same idea in the following way. The swallow was too tired to fly. Now combine the following pairs of sentences in the same manner. ഇവിടെ 2 സെൻറ്റൻസുകളായിട്ട് തന്നിട്ടുണ്ട്. അതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതാം. അപ്പം എങ്ങനെ എഴുതും? ഇവിടെ ഇതുപോലെ മറ്റ് സെൻറ്റൻസുകളും തന്നിട്ടുണ്ട്. The leaden heart was very hard to be melted. തന്നിട്ടുള്ളത് the leaden heart was very hard, so it was unable to be melted. ലെഡ് ആയതുകൊണ്ട് തന്നെ അത് മെൽറ്റ് ചെയ്യാൻ പറ്റില്ല. The leaden heart was very hard to be melted. Next, the boy's mother was very poor, so she was unable to buy medicine for him. The boy's mother was very poor to buy medicine for him. It was very cold. The swallow was unable to fly. It was very cold for the swallow to fly. Next activity, what changes do you notice in the swallow's character as the story progresses? കഥ പുരോഗമിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സ്വാളോയുടെ ക്യാരക്ടറിൽ വന്നത്? ആദ്യം കണ്ട സ്വാളോ ആണോ നമ്മൾ ലാസ്റ്റ് കണ്ടത്? അല്ലേ? ഒട്ടും സമയമില്ല എന്ന് പറഞ്ഞ് സ്വാളോ അവിടെ 3 കാര്യങ്ങൾ പ്രിൻസിന് വേണ്ടി ചെയ്തു കൊടുത്തു. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇനി ഞാൻ ഒരിക്കലും പോകുന്നില്ല എന്ന് വരെ പറഞ്ഞു, അല്ലെ? പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജാകുമാരൻ്റെ കാൽച്ചുവെട്ടിൽ അത് ഉറങ്ങി. പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ടു സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ അത്തരം സെൻറ്റൻസുകൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതും വേണം. ദ swallow's character changed as the story progresses. Initially, the swallow was not ready to spend time for the prince. But after one incident, he felt an happiness and stayed there. Then after another day, the swallow became more attached to the prince. When he plucked the prince's eyes, he decided to stay with him forever. ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് കണ്ടത്. ഇനി അത്തരം സെൻറ്റൻസുകൾ എവിടെയാണ് വന്നത്? I am waited for in Egypt, said the swallow. I don't think I like boys, answered the swallow. It is very cold here, he said, but I will stay with you for one night and be your messenger. I will wait with you here one night longer, said the swallow. Shall I take him another ruby? Dear prince, said the swallow, I cannot do that, and he began to weep. I cannot pluck out your eye, you would be quite blind then, said the swallow. I will stay with you always, said the swallow, and he slept at the prince's feet. ഇത്രയും കാര്യങ്ങളാണ് ആ മാറ്റങ്ങൾ വന്ന സെൻറ്റൻസുകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.